എടി ഞാൻ മുട്ടായി മേടിച്ചില്ല. എന്നാ ഓറിയുടെ ബിസ്ക്കറ്റ് മേടിച്ചിട്ടാ. 3 പേരും കൂടെ തിരണം കേട്ടോ. വഴക്കുണ്ടാക്കരുത് കേട്ടോ. എന്നാ പോയിരുന്ന് നിന്നോ. എടാ മുട്ടായി മേടിച്ചില്ല. അപ്പൊ ഒരു ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്നാ 3 പേരും കൂടെ തിന്നണം കേട്ടോ. വഴക്കുണ്ടാക്കരുത് കേട്ടോ. എടീ ചേട്ടായി വന്ന ഇതെന്നെ താമസിച്ചു പോയ സന്ധ്യയായല്ലോ. താമസിച്ചു പോയോ? താമസിച്ചാണോ പണി കഴിഞ്ഞേ? എന്നാ പണി തീരാൻ വേണ്ടി ഇച്ചിരി താമസിച്ചു പോയി. അത് കഴിഞ്ഞാ അതാ പറ്റിയത്. പിള്ളേരൊക്കെ എന്തിയെ? മക്കളൊക്കെ എന്തിയെ? എടാ പിള്ളേരെ, ഇതേ അപ്പ വന്നു. ഇന്ന് അവിടെ പണിതിട്ട് ചേട്ടൻ പൈസ തന്നില്ല. അതുകൊണ്ട് ഇന്ന് മുട്ടായും ബിസ്ക്കറ്റും ഒന്നും മേടിച്ചില്ല. ഇന്ന് അപ്പൊക്ക് ആ ചേട്ടൻ പൈസ തന്നില്ല പണി തീർന്നു കഴിഞ്ഞപ്പോ. അതുകൊണ്ട് ഇനി വരും മേടിച്ചിട്ടുണ്ട് തരാം കേട്ടോ. അപ്പേ പിള്ളേരെ, അപ്പേ അപ്പേ ഇവിടെ ഉണ്ടോ? ചേട്ടാ ഇവിടെ വന്നിരിക്കുന്നേ. ചേട്ടേ ചേട്ടയെ ഇവിടെ എന്നാ വന്നിരിക്കുന്നേ? പിള്ളേരങ്ങനെ പറഞ്ഞിട്ടാണോ? അതൊക്കെ അറിയത്തില്ല. അത് ചെറിയ പിള്ളേരല്ലേ, അറിയത്തില്ലാന്ന് പറഞ്ഞല്ലേ. ചേട്ടാ ഇത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതോർത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ. ചേട്ടേ നോക്കിക്കേ. അതെ ഇന്നൊരു ഒരു പൈസ പോലും കിട്ടിയില്ല പണിതിട്ട്. മക്കളിനി എന്നോട് ദേഷ്യപ്പെടും. മക്കൾ ദേഷ്യപ്പെടുമൊന്നും ഇല്ലെന്നേ. സാരമില്ല, നമ്മുടെ മക്കളല്ലേ, അവർക്കറിയാലോ. പിന്നെ എന്താ പ്രശ്നം? ചേട്ടാ അതോർത്ത് വിഷമിച്ചൊന്നും ഇരിക്കണ്ട. ഇന്നൊരു ദിവസം ഇല്ലെന്ന് ഓർത്തോണ്ട് അത് വിഷയമില്ലെന്നേ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മക്കളെല്ലേ. അതെ അവർക്ക് പൈസ ഇല്ലായിരുന്നു തരാൻ. ഒരു മുട്ടായി പോലും മേടിച്ചോണ്ട് വന്നില്ലല്ലോ. സാരമില്ല, കുഴപ്പമില്ല. ഞാൻ അവരെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണം. ചേട്ടാ പിള്ളേരെ അങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് ഓർത്ത് ചേട്ടാ അതോർത്ത് വിഷമിച്ചൊന്നും ഇരിക്കണ്ട. ഞാൻ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മക്കൾ മിണ്ടാതെന്ന് ഇരിക്കല. പിന്നെ നമ്മുടെ മക്കളല്ലേ, നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവര് പെട്ടെന്ന് വന്നാ ചോദിച്ചപ്പോ എന്നും അപ്പൊ എന്തേലും വാങ്ങിച്ചോണ്ട് വരുന്നതല്ലേ. അപ്പൊ ഇന്ന് വന്നപ്പോഴത്തേനും ഒന്നും കയ്യിലില്ലാതല്ലോ. അതുകൊണ്ട് കണ്ടപ്പോ പെട്ടെന്ന് ഒരു വിഷമം തോന്നിട്ട് അവരുടെ വിഷമത്തിൽ പറഞ്ഞാണ്. ചെറിയ മനസ്സല്ലേ, അതുങ്ങൾക്ക് അറിയത്തില്ലല്ലോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന്. ചേട്ടാ അതോർത്തൊന്നും വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിള്ളേരെ. ഞാൻ മക്കളോട് ചോദിച്ചോളാം. ചേട്ടാ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനി അതിന്റെ പേര് വിഷമിച്ചിരിക്കണ്ടേ. വാ, ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, വാ കുടിക്കാം. നിങ്ങൾ 3 പേരും എന്നെ ഇവിടെ വന്നിരിക്കുന്നേ?
അപ്പ ഇന്ന് ഒന്നും മേടിച്ചോണ്ട് വരാത്ത അമ്മയ്ക്ക് പണിയാൻ പോയിട്ട് പൈസ കിട്ടാത്തത് കൊണ്ടല്ലേ. അപ്പയോട് അങ്ങനെയൊന്നും പറയരുത്. അപ്പയ്ക്ക് അപ്പടി വിഷമമായി. അപ്പയ്ക്ക് ഞാൻ ചായ എടുത്ത് വെച്ചിട്ട് പോലും അപ്പ ചായ പോലും കുടിച്ചില്ല. നിങ്ങൾ ചെല്ല അപ്പയുടെ അടുത്ത് ചെല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരുന്ന അപ്പയ്ക്ക് വിഷമാവൂലേ? ചെന്ന് അപ്പയോട് ഒന്ന് സോറി പറഞ്ഞേ. ചെല്ല ബാ, എഴുന്നേറ്റ് വാ. ബാ, അപ്പയോട് സോറി പറ. അപ്പേ അപ്പേ അത് ഞാൻ ഇങ്ങനെ ചേച്ചി പറഞ്ഞല്ല. അപ്പ എന്ത് മിഠായിയൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നല്ലേ. അപ്പത്തേക്ക് ഇപ്രാവശ്യം ഇങ്ങനെ മിഠായി പിടിച്ചത് ഞങ്ങൾക്ക് ഇങ്ങനെ വിഷമായി. അതുകൊണ്ട് പറഞ്ഞ അപ്പേ. അപ്പൊ ചായ പിടിക്കാൻ വരുന്ന. ബാ അപ്പേ, നമുക്ക് ചായ പിടിക്കാം. അപ്പേ വാ. അപ്പേ വാ വാ വാ.